ഇന്ന് നമുക്ക് ഈസിയും ടേസ്റ്റി ആയിട്ട് ഒരു സ്രാവ് കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണതെന്ന് നോക്കട്ടാ. അപ്പോൾ ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, വേപ്പില ഇട്ട് കൊടുക്കുക, ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം ഉലുവൊക്കെ പൊട്ടി വരുമ്പോൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ചെറിയ ഉള്ളി, അര തക്കാളി, പച്ചമുളക്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കട്ടോ. നന്നായി വഴന്ന് വരുമ്പോൾ, കാരണം ഉള്ളിയൊന്നും അതേപോലെയാണല്ലോ ഇട്ടിട്ടുള്ളത്, അപ്പോൾ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. പച്ചമണമൊക്കെ മാറി കിട്ടുന്നത് വരെ തന്നെ വഴറ്റി കൊടുക്കുക. നിങ്ങൾ ഇതുപോലെ ഒന്ന് കറി ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. സ്രാവ് കറി നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കൂടുതൽ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തട്ടാ, കാരണം തേങ്ങാപ്പാലാണല്ലോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് അതിലേക്ക് കുടംപുളിയാണ് ഇട്ടാ. സ്രാവ് കറിയിലേക്ക് കുടംപുളി, മാങ്ങ അതൊക്കെയാണ് ഏറ്റവും ടേസ്റ്റ് ഇട്ടാ. ഇനിയിപ്പോൾ പുളി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് കുടംപുളി ഞാൻ കല്ലുപ്പും അതേപോലെ തന്നെ കുടംപുളിയും കൂടെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വരുമ്പോൾ ഒറ്റ പാലനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. വെള്ളം പോലെ തന്നെ എടുത്തിട്ടുള്ളത്, അധികം കട്ടിയിലൊന്നല്ല എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഒന്ന് കട്ടി കൂടി കിട്ടും. അപ്പോൾ കൂടുതൽ 1-ാം പാലും 2-ാം പാലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. തിള അങ്ങനെ പൊട്ടി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് തരണം. അപ്പോൾ കണ്ടില്ലേ, കറിക്ക് തന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു കളറും, അതേപോലെ തന്നെ തിളച്ച് വരുമ്പോൾ നമ്മുടെ സ്രാവ് ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പാൽ ഇതേപോലെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പിരിയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇതേപോലെ തേങ്ങ എടുത്തിട്ട് ഒറ്റ പാലന്നെ എടുത്തിട്ട് ഇതുപോലെ കറി വെച്ച് നോക്ക്. അപ്പോൾ ആദ്യത്തെ പാല് 2-ാമത്തെ പാലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് പറയേ. അപ്പോൾ നമ്മുടെ സ്രാവ് കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കൂടുതൽ എരിട്ട് കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ, കാരണം തേങ്ങ അരച്ച കറിയല്ലേ, തേങ്ങ പാലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് ചരങ്ങ ഉപ്പേരി വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഉള്ളി, ചുവന്നുള്ളി, എപ്പോഴും ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ വെളുത്തുള്ളി കുറവ് ഇടണം കേട്ടോ. ഒരു 2 ചുള വെളുത്തുള്ളി ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു ഉപ്പേരിക്ക് തന്നെ ഒരു മണമാണ്. ചുവന്നുള്ളി കൂടുതലും വെളുത്തുള്ളി കുറവും, അതേപോലെ ഉണക്കമുളക്, വേപ്പില ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ചരങ്ങയാണ് ഇട്ടാ അന്ന് താളിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മൊരിയിച്ചിട്ട് തന്നെ വറുത്തെടുക്കണം. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ആവശ്യത്തിനുള്ള ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ വറുത്ത് കൊടുത്തതിന് ശേഷം ചരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. അപ്പം നമ്മുടെ സ്രാവ് കറിയും ചരങ്ങപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് അയിലും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചാൽ നമ്മുടെ ചരങ്ങപ്പേരി പെട്ടെന്ന് തന്നെ താളിച്ച് കിട്ടും. ചരങ്ങപ്പേരും അയില പൊരിച്ചതും സ്രാവ് കറിയും അടിപൊളിയായിരുന്നു കേട്ടോ. ഏത് മീനാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം കേട്ടോ. ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് പറയണം. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.